JSW ഇൻഫ്രയുടെ ഒരു ചാർട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പം ഞാനത് കമ്മ്യൂണിറ്റിക്കകത്ത് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു, ഒരു 2-3 ആഴ്ച മുമ്പ്. അപ്പം നിങ്ങൾക്ക് അവിടെ നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വരച്ച് നോക്കിയിട്ടുള്ളവർക്ക്, കാരണം ഞാൻ കമ്മ്യൂണിറ്റിക്കകത്തിരുന്ന പോസ്റ്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു ടെലിഗ്രാമൊക്കെ തുടങ്ങുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പം പഠിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം, പ്രൈസ് ആക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി മാത്രം. അപ്പം നിങ്ങൾക്കും സംസാരിച്ച് പരസ്പരം പഠിക്കാൻ പറ്റുമായിരിക്കും. ഒരുപാട് ചാനൽസ് ഉള്ളത് കൊണ്ടാണ്, നിങ്ങളും പല ചാനൽസിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാത്തത്, കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നൊരു ഫാമിലി മെമ്പറും ചോദിച്ചായിരുന്നു ഈ ഒരു JSW ഇൻഫ്രയെ പറ്റി. അപ്പം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ട് കുറച്ച് നീണ്ടുപോയ വീഡിയോ ഇത്. അപ്പം ഇന്നങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കറിയാം ഇതൊരു ലോങ് ടൈം ഒരു അപ് ട്രെൻഡിലുള്ളൊരു ചാർട്ടാണ്. ലോങ് ടൈം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലോങ് ടൈം അങ്ങനെ പറയത്തക്കതായിട്ടില്ല. കാര്യം ഇതൊരു 2023 ഒക്ടോബർ മുതലുള്ളൊരു ചാർട്ടാകും. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. ഇത് വേറെ എങ്ങും നോക്കണ്ട, നമ്മുടെ ഈ ചാർട്ടിൽ തന്നെ ഏറ്റവും താഴോട്ട് നോക്കിയേ, ട്യൂസ്ഡേ 3 ഒക്ടോബർ 23 കിടക്കുന്നതാണ്, 2023 എന്ന. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിലിയിൽ നമുക്ക് ഇത്ര ഉള്ളതുകൊണ്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. ചെറിയ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡെയിലി നമുക്ക് ആദ്യം എടുക്കാം. നമുക്ക് പല ടൈം ഫ്രെയിമിൽ നമുക്ക് കയറാം, കുഴപ്പമില്ല. പിന്നെ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് ഇങ്ങോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുന്നു. നിങ്ങളിത് വരയ്ക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നീട്ടി തന്നെ വരയ്ക്കുക. അപ്പോൾ അതായിരിക്കും ഉപകാരപ്പെടുന്നത്. കാര്യം അത് ലോങ് ടൈം നമ്മൾ നോക്കാൻ നേരത്തെ പിന്നെ അത് മാറ്റി മറിച്ചും വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളിത് വരച്ചു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ക്ലിയർ ആയിട്ട് ഇത് തന്നെ ഇത് പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. കാരണം അത് സപ്പോർട്ട് ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റൊരു സ്ട്രോങ് സപ്പോർട്ട്, സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് സ്ട്രോങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പല തവണ സപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്കൊക്കെയാണ്. അപ്പം ഇത് പലവട്ടം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തേക്ക് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ട് എടുത്തേക്കെന്ന് അറിയാം. നമുക്കടുത്ത റെസിസ്റ്റൻസ് വരയ്ക്കാം. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടാൽ മാത്രം പോരാ, ചെയ്ത് പഠിക്കണം. എന്നാലേ നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾക്ക് പല ചാർട്ടുകളിലും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വരച്ചേക്കുന്നൊക്കെ ശരിയാണോ എന്നൊക്കെ എൻ്റെ ഒരു വ്യൂവും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് അയച്ചാൽ മതി, കുഴപ്പമില്ല. ഞാനത് എപ്പോഴാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കുക, നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പലവട്ടം റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും, കണ്ടോ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, താഴെ വോളിയം വന്നിട്ടുണ്ട്. എന്ന് സൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ലാത്തൊരു ക്യാൻഡിൽ, ഇവിടെ ഒരു റീടെസ്റ്റ്. അതൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഒരു 4 അവറിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് വന്നേക്കാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ഡെയിലി തന്നെ നിൽക്കാം. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു അപ്പൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു 15% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് ഒരു ദിവസം കൊണ്ട് വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഒരു 8 ദിവസം കൊണ്ട് തന്നെ ഇത്ര ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിൽ പോകാം. ഒരു 4 അവർ അല്ലെങ്കിൽ ഒരു 2 അവർ പോകാം. ഈ അനാലിസിസ് നമുക്ക് 2 അവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു കളറ് മാറ്റാം. ഒരു യെല്ലോ കളർ കൊടുക്കാം. ഇവിടെ നമ്മളൊരു സപ്പോർട്ട് വരയ്ക്കുന്നു. കണ്ടോ? നമ്മുടെ മെത്തേഡ്സ് എല്ലാം കണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് ഫാൻസി ആയിട്ട് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള പ്രൈസ് ആക്ഷൻ, പ്യുവർ പ്രൈസ് ആക്ഷൻ മാത്രം. നിങ്ങൾക്ക് യെല്ലോ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വേറൊരു കളർ കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊരു റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസിലോട്ട് ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് പോവാം. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഒരു സ്വിങ് എൻട്രി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം എൻട്രി എന്നുള്ള രീതിയിലില്ല. ഈ ഒരു ലൈൻ, ഈ കാണുന്ന ഈ ഒരു ലൈൻ ബ്രേക്ക് ആയാൽ, ഇപ്പോൾ ഇവിടുന്ന് ബൈ ചാൻസ് ഇപ്പോൾ ബ്രേക്ക് ആയാൽ നിങ്ങൾക്കൊരു ഷോർട്ട് ടൈം, വളരെ ഒരു ഷോർട്ട് ടൈം ഒരു എൻട്രി, നിങ്ങൾക്കൊരു 2 അവർ 1 അവറൊക്കെ ചാർട്ടിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട്. അപ്പം അങ്ങനെ ഒരെണ്ണം വന്നാൽ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? ആ റെസ്റ്റ് ഇതാണ്, ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബ്ലൂ ലൈനാണ് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ അറൗണ്ട് അവിടെ വരെയൊക്കെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കൊന്ന് കയറി നോക്കാം. മനസ്സിലായോ? അപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസിൽ 2%, അത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ, നമുക്കവിടെ ചെറിയൊരു 5% അടുത്തുള്ളൊരു മൂവ്മെൻറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്തുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഈ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായി, ഒരു ഷോർട്ട് ടൈം എൻട്രിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. പിന്നെ ഓർക്കുക, ഈ ഒരു ഏരിയ, അപ്പം ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു വിക്ക് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം വിക്കൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സൂക്ഷിക്കുക. ഈ ഒരു ലൈൻ, അപ്പോൾ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു എൻട്രി പ്രതീക്ഷിക്കുക. കാരണം നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആണ്. കാരണം ഒരു 2023 കഴിഞ്ഞിട്ട് ഇപ്പോഴാണിത്, ആ ഒരു സമയം മുതൽ ഇപ്പോഴാണെന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകുന്നത്, ബ്രേക്ക് ഔട്ട് ആയത്. അപ്പോൾ ഇത് വലിയൊരു ഡൗൺഫോളോ അതൊന്നുമായിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു റീട്രേസ്മെൻറ്റ്, ഈ ഒരു വലിയ ക്യാൻഡിലുണ്ട്, അതുകൊണ്ട് ചെറിയൊരു റീട്രേസ്മെൻ്റ് ഒക്കെ എങ്ങനെ നടക്കും. പിന്നെ നമുക്കറിയാം ഇവിടെ റെഡ് ക്യാൻഡിലൊക്കെ അതിൻ്റെ ഒരു ഡ്രൈ ആയി, അതായത് ഇപ്പം ചെറുതായി വരുന്നുണ്ട്. ഇവിടെ നല്ല ഗ്രീൻ ക്യാൻഡിലാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ താഴേന്ന് വാങ്ങിക്കുന്നവരൊന്നും പേടിക്കുകയൊന്നും വേണ്ട, വാങ്ങിച്ചിട്ടുള്ളവർ പേടിക്കേണ്ട. ഈ ഒരു മൂവ്മെൻറ്റ് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അലേർട്ടായിരിക്കേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പേടിച്ചാൽ മതി. പിന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ കളി മാറും. കാരണം പിന്നെയും ഒരുപാട് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കും, എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് ഒരു കേസ് എപ്പോഴും നമ്മുടെ മൈൻഡ് വേണം. കാര്യം അതായത് നെഗറ്റീവ് അടിച്ചിരിക്കുക എന്നല്ല, താഴോട്ട് പോയാലാണ് അതിനൊന്നുമില്ല, ജസ്റ്റ് സ്റ്റോപ്പ് ലോസ്. ബാക്കിയെല്ലാം ഷെയർ മാർക്കറ്റ് നോക്കിക്കോളും. നമ്മൾ ജസ്റ്റ് കൂളായിട്ടിരുന്നാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ വഴിയെ നടന്നോളൂ. മനസ്സിലായോ? അതിനൊരിക്കലും പേടിക്കുകയൊന്നും വേണ്ട. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് അലർട്ടായിട്ടിരിക്കുക. ചിലപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പം കൽക്കിക്കുള്ള പൈസ എല്ലാവരും ഉണ്ടാക്കിയെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇനി അടുത്ത് ഇന്ത്യൻ കാണാനുള്ള പൈസ നമ്മുടെ ഷെയറുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തഗ് ലൈഫ് വരുന്നുണ്ട്, എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ബുൾ മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഞാനൊന്നുകൂടെ ജസ്റ്റ് ചെറുതാക്കി ഒന്ന് വെക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.